السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സംരക്ഷണവും എന്നും എപ്പോഴും എവിടെയും നമ്മിലേവരിലും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അനുസരിച്ച് ജീവിക്കണേ എന്ന് തുടക്കത്തിൽ ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സൂറത്തുൽ ഹൂദിലെ ഗൗരവതരമായ താക്കീതുകൾ എന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്തുത സൂറത്തിനെ കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, സൂറത്തുൽ ഹൂദിൻ്റെയും അതിൻ്റെ സഹോദരിമാരുടെയും അവതരണം എന്നെ നരബാധിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ സഹോദരിമാരായ മറ്റു റിവായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും, അന്ത്യനാളിനെക്കുറിച്ചും ആശറയെക്കുറിച്ചുമെല്ലാം ഒരുപാട് പ്രതിപാദ്യങ്ങൾ നടത്തുന്ന സൂറത്തുൽ വാഖിഅയൊക്കെയാണ് സൂറത്തുൽ ഹൂദിൻ്റെ സഹോദരിമാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പ്രവാചകൻ ഉദ്ദേശിച്ചത് അത്രയും ഗൗരവതരമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതാണ് സൂറത്തുൽ ഹൂദ്. അതുകൊണ്ടാണ് ഈ ഒരു സൂറത്തിൻ്റെ അവതരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ വിഷമവും പ്രയാസവും കൊണ്ട് നരബാധിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ സൂറത്തിൻ്റെ 50 മുതൽ 60 വരെയുള്ള ആയത്തുകളിൽ പ്രതിപാദിച്ച മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ് സമുദായത്തിൽ നടത്തിയ പ്രബോധനത്തിൻ്റെ പ്രതിപാദ്യ വിഷയമാണ് ഈ സൂറത്തിന് ഹൂദ് എന്ന് പേര് നൽകപ്പെടാൻ കാരണം. ലോകത്ത് കഴിഞ്ഞ ഏറ്റവും ശക്തരായ സമുദായമായിരുന്നു ആദ് സമുദായം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ശക്തി കൊണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കണം, ഒരുപാട് നാഗരികതകൾ ഉണ്ടാക്കണം, ഒരുപാട് ചാലുകൾ കീറണം, കൃഷി ചെയ്യണം എന്നൊന്നുമല്ല. മറിച്ച് ആ സമുദായത്തോട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആദ്യമായി പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ സൂറ ആറാഫിൽ നമുക്ക് കാണാൻ കഴിയും. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമുദായത്തിലേക്ക് വന്നിട്ട് പറയാൻ, وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون.
قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين قال يا قوم ليس بي سفاهة ولكني رسول من رب العالمين. ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ സമുദായമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ദൈവം മറ്റൊന്നില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരല്ലേ? അവരുടെ മറുപടി ഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമി ഇന്നാ ലനറാക ഫീ സഫാഹ വഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ. ഹൂദേ, നീ വിഡ്ഢിത്തത്തിൽ പെട്ടുപോയെന്ന് ഞങ്ങളിതാ സംശയിക്കുകയാണ്. നീ കളവ് പറയുന്നവനാണെന്ന് ഞങ്ങളിതാ സംശയിച്ചു പോകുകയാണ്. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നു, ഖാല യാ ഖൗമി ലൈസ ബി സഫാഹ വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. എന്റെ സമുദായമേ, ഞാൻ പൊട്ടനൊന്നുമല്ല, ഞാൻ മണ്ടനൊന്നുമല്ല. വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രവാചകനാണ് ഞാൻ. ഉബല്ലിഗുകും റിസാലാതി റബ്ബി വഅന ലകും നാസിഹുൻ അമീൻ. എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിങ്ങളിലേക്ക് പൂർത്തീകരിക്കുകയാണ്. സത്യസന്ധനായ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഞാൻ. അബഅജിബ്തും മൻ ജാഅകും ദിക്റും മിർ റബ്ബികും അലാ റജുലിൻ മിൻകും വദ്കുറൂ ഇസ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ് വസാദകും ഫിൽ ഖൽഖി ബസ്ത ഫദ്കുറൂ ആലാഅ അല്ലാഹി ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരനായി ലോകത്തിന്റെ രക്ഷിതാവ് തെരഞ്ഞെടുത്തതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? നിങ്ങൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞുപോയ നൂഹിന്റെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത്? അതുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുക, കുഴപ്പമുണ്ടാക്കാതിരിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ആ ആദ് സമുദായത്തിന്റെ മറുപടി ഖാലൂ അജിതനാ ലിനഅബ്ദുല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅബ്ദു ആബാഉനാ ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ഹൂദേ, എന്ത് വിഡ്ഢിത്തമാണ് താങ്കൾ പറയുന്നത്? ഞങ്ങളുടെ ഇലാഹുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ട്, ഞങ്ങളുടെ ദൈവങ്ങളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് നീ പറയുന്ന ഈ അല്ലാഹുവിനെ മാത്രം ഏകനായി ആരാധിക്കാനാണോ നീ ഞങ്ങളോട് പറയുന്നത്? എങ്കിൽ ഞങ്ങളിതാ നിന്നോട് വെല്ലുവിളിക്കുകയാണ്. ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. നീ സത്യവാനാണെങ്കിൽ, നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ ഏത് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടാണോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവന്നതാ, ആ ശിക്ഷ ഞങ്ങൾ കാണട്ടെ, ഞങ്ങൾ അറിയട്ടെ. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിൽ നടത്തിയ തൗഹീദിന്റെ പ്രബോധനവും അതിന് ആ സമുദായം നടത്തിയ പ്രതികരണവുമാണ് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ആ സമുദായത്തെ, ആദ് സമുദായത്തെ വലിയ കൊടും വരൾച്ച ബാധിക്കുകയും ആ വരൾച്ചയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ആദ് സമുദായം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ആകാശത്ത് നിന്ന് അവരോട് ഒരു അശരീരി ഉണ്ടാക്കുകയും ചെയ്തു. അവരോട് ചോദിക്കപ്പെട്ടു, ഏത് നിറത്തിലുള്ള മേഘം കൊണ്ടാണ് നിങ്ങൾക്ക് മഴ വേണ്ടത്? കൊടും വരൾച്ച വന്നു, വെള്ളമില്ല കുടിക്കാൻ, ധാന്യങ്ങളില്ല, മൃഗങ്ങളെല്ലാം ചൊത്തൊടുങ്ങുകയാണ്, ജലാശയങ്ങളിൽ വെള്ളമില്ല, കിണറുകൾ വറ്റാൻ തുടങ്ങി. ഈ അവസ്ഥയിലെത്തിയപ്പോ അഹങ്കാരം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞ് ആദ് സമുദായം ഞങ്ങൾക്ക് വെള്ളം നൽകണേ, ക്ഷാമം മാറ്റണേ എന്ന് ദുആ ചെയ്തപ്പോ അവരോട് ചോദിക്കപ്പെടുകയാണ്, ഏത് തരത്തിലുള്ള മേഘമാണ് നിങ്ങൾക്ക് വേണ്ടത്? അവരിലെ പ്രമാണിമാർ മറുപടി പറഞ്ഞു, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, ഏറ്റവും നന്നായി മഴ ലഭിക്കുന്ന കറുത്ത മേഘാവൃതം കൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നാലും. സൂറത്തുൽ അഹ്ഖാഫിൽ ആ സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. അല്ലാഹു പറയാൻ, ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിദുൻ മുംതിറുനാ ബൽ ഹുവ മുസ്തഅജൽതും ബിഹി റീഹു ഫീഹാ അദാബുൻ അലീം. അവരുടെ ആവശ്യപ്രകാരം അവരുടെ നാടിന്റെ മുകളിൽ കറുത്ത മേഘാവൃതം ഉണ്ടാവുകയാണ്. ആ മേഘാവൃതം കണ്ടപ്പോ അവർ പറയുകയാണ്, ഇതാ ഞങ്ങൾക്കുള്ള മഴ വരാനായിരിക്കുന്നു,
ഞങ്ങളുടെ ക്ഷാമം അകന്നിരിക്കുന്നു, ഞങ്ങളുടെ വരൾച്ച അകന്നിരിക്കുന്നു എന്ന് അവർ സന്തോഷിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയാൻ ബൽ ഹുവ മുസ്തഅജിൽതും ബിഹി റീഹും ഫീഹാ അദാബുൻ അലീം. അവർ ഉദ്ദേശിച്ചതുപോലെ, അവരാഗ്രഹിച്ചതുപോലെ ഒരിക്കലും മഴയും കൊണ്ടുവന്ന മേഘമായിരുന്നില്ലേ അത്, മറിച്ച് ഏതൊരു അള്ളാഹുവിന്റെ അദാബിനെയാണ് അവർ വെല്ലുവിളിച്ചത്, ഏതൊരു ശിക്ഷ വന്നെത്തുന്നതിന് വേണ്ടിയാണ് അവർ ധൃതി കൂട്ടിയത്. വേദനാജനകമായ ലോകത്തിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ കറുത്ത മേഘപടലത്തിന്റെ രൂപത്തിൽ അവരുടെ നാടുകൾക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെ ആ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് 7 രാവുകളും 8 പകലുകളും നീണ്ടു നിൽക്കുന്ന നിരന്തരമായി അടിച്ചു വീശിയ കാറ്റിലൂടെയാണ് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സംഭവങ്ങൾ വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വ തമാനിയത അയ്യാം حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. 7 രാവുകളും 8 പകലുകളും അടിച്ചു വീശിയ നിരന്തരമായ അതിശക്തമായ കാറ്റുകളിൽ ആദ് സമുദായം മുഴുവൻ നാമാവശേഷമാകുകയാണ്. ഒരു നാഗരികത മുഴുവനും ഇല്ലാതെയാവുകയാണ്. വെട്ടിയിടപ്പെട്ട ഈന്തപ്പന തടികൾ പോലെ. എന്നിട്ടുള്ള ചോദിക്കുകയാണ് അഹങ്കാരികളായി ധിക്കാരികളായി ലോകത്തിന്റെ രക്ഷിതാവിന്റെ ശിക്ഷയെ വെല്ലുവിളിച്ച് അവരുടെ വല്ല അവശേഷിപ്പും നിങ്ങൾ കാണുന്നുണ്ടോ? ആദ് സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത് കാറ്റുകൊണ്ടാണ്. കാറ്റുകൊണ്ടുള്ള ദുരന്തത്തിന് ഒരുപാട് തവണ സാക്ഷ്യം വഹിച്ചവരാണ് നമ്മളെല്ലാവരും. ഓഖിയും അതുപോലെയുള്ള കൊടുങ്കാറ്റുകളും അതുപോലെയുള്ള ദുരന്തങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായപ്പോൾ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് നാം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ അദാബ് ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ നാട് പച്ച പിടിക്കുക എന്നത് വളരെ അപൂർവമായി മാത്രമേ ചരിത്രത്തിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ മനുഷ്യന്മാരുടെ ശിക്ഷയും മനുഷ്യന്മാരുടെ അക്രമവും അങ്ങനെയല്ല. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും 2ാം ലോക മഹായുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ട് അമേരിക്ക അണുബോംബിട്ടപ്പോ 2 ലക്ഷം മനുഷ്യരാണ് ഒരേ സമയം അവിടെ കത്തിക്കരിഞ്ഞ് മരിച്ചുപോയത്. ഒരു സ്ഥാപനം പോലും ബാക്കിയായിട്ടില്ല, ഒരു പുൽനാമ്പ് പോലും ബാക്കിയായിട്ടില്ല. ആ അണുബോംബിന്റെ പ്രസരണത്തിൽ സകലതും നശിച്ച് നാമാവശേഷമായി. പക്ഷേ 100 വർഷം തികയുന്നതിന്റെ മുന്നേ ഹിരോഷിമയും നാഗസാക്കിയും വീണ്ടും വലിയ പട്ടണമായി, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഭൂപ്രദേശമായി മാറുകയുണ്ടായി. പക്ഷേ ആ 1945 എത്രയോ മുന്നേ, 1400 കൊല്ലങ്ങൾക്ക് മുന്നേ, മനുഷ്യൻ ചരിത്രം എഴുതാൻ തുടങ്ങിയ കാലഘട്ടത്തിന് മുന്നേ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ് ആദ് സമുദായം താമസിച്ച ഒമാനിൽ ഇന്നും നിലനിൽക്കുന്ന ആ ഭൂപ്രദേശം. അവിടെ ഇന്ന് വരെ ആൾതാമസം പിന്നീട് ഉണ്ടായിട്ടില്ല. അല്ലാഹു അക്ബർ. ഒമാനിലാണ് ആദ് സമുദായത്തിന്റെ ശിക്ഷ ഇറങ്ങുന്നത്. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയതിനു ശേഷം ഒമാനിൽ പിന്നീട് ആ പ്രദേശത്ത് ആദ് സമുദായത്തിന് ശിക്ഷ ഇറങ്ങിയ ആ പ്രദേശത്ത് പിന്നീട് ആൾതാമസമോ നാഗരികതയോ ഉണ്ടായിട്ടില്ല. സമൂദ് ഗോത്രത്തിന്റെ ശിക്ഷ ഇറങ്ങുന്നത് സൗദി അറേബ്യയിലാണ്. ആ പ്രദേശം ഇന്നും തരിശായി കിടക്കുകയാണ്. അവിടെ പിന്നീട് ആൾതാമസമോ നാഗരികതയോ ഉണ്ടായിട്ടില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അദാബ് ഇറങ്ങുന്നത് ഇസ്രായേലിന്റെയും ജോർദാനിന്റെയും അതിർത്തിയിലാണ്. ഇന്നും അവിടെ ഊഷര ഭൂമിയായി കിടക്കുകയാണ്. ഭക്ഷ്യയോഗ്യമായ ഒരു പുൽനാമ്പ് പോലും മുളക്കാതെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ റബ്ബിന്റെ ഭയാനകമായ ശിക്ഷയുടെ മൂകസ്മരണയായി ആ ഭൂപ്രദേശം ഇന്നും നിലനിൽക്കുന്നു. ആ ഭാഗത്തുള്ള കടലിന്റെ പേര് തന്നെ എല്ലാ ഭാഷകളിലും ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ, ചാവുകടൽ, മരിച്ച കടൽ, ജീവന്റെ ഒരു ചൈതന്യം പോലും ഇല്ലാത്ത കടൽ എന്നാണ് നാട് മുഴുവൻ അറിയപ്പെടുന്നത്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗോത്രത്തെ, മദിയൻ ഗോത്രത്തെ അള്ളാഹു ശിക്ഷ ഇറക്കി നശിപ്പിച്ച ആ പ്രദേശം ജോർദാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പ്രദേശത്ത് പിന്നീട് ഒരിക്കലും സഹോദരങ്ങളെ ആൾതാമസമോ ആൾപ്പാർപ്പോ നാഗരികതയോ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ അദാബ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ ആ അദാബ് ഒരു നാടിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടല്ലാതെ ചരിത്രത്തിൽ ആ നാടുകളിൽ ആൾതാമസം തുടങ്ങിയതായി നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു രീതിയാണ്. പടച്ചറപ്പിന്റെ അദാബ് കടന്നു വരുമ്പോ നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ, ആ ദുരന്തങ്ങൾ മുഴുവൻ സ്വന്തം കണ്ണുകൊണ്ട് അംഗീകരിച്ച് കൈകെട്ടിയത് നേരിടാനല്ലാതെ മനുഷ്യരെ കൊണ്ട് ചെറുക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് താളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. 2004 സുനാമി ഉണ്ടായപ്പോ ആന്തമാനിലെ പല ആളുകളും പറയുന്നത് കേൾക്കാം,
ആന്തമാനിന്റെ കടൽ തീരങ്ങളിലേക്കും അവിടെയുള്ള ജെട്ടികളിലേക്കും നൂറുകണക്കിന് മൃതദേഹങ്ങൾ വന്നടിയുകയാണ്. ചീഞ്ഞളിഞ്ഞതും മത്സ്യം കൊത്തിയതും കൈ നഷ്ടപ്പെട്ടതും കാല് നഷ്ടപ്പെട്ടതും കണ്ണ് നഷ്ടപ്പെട്ടതുമായ ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ ആന്തമാന്റെ പോർട്ടുകളിലേക്ക് വന്നടിയുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അവിടെയുള്ള ജോലിക്കാർക്കും അത് വൃത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം ആ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങൾ ലൈവായിട്ട് വന്ന മുതലകൾ കടിച്ചു തിന്നുന്ന കാഴ്ച, ആ കാഴ്ചക്ക് വരെ ആന്തമാനിലെ ജനങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ലോകത്ത് 2004 സുനാമി ഉണ്ടായപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും രാക്ഷസ തിരമാലകൾ ഇരച്ചു വന്നപ്പോ ഭൂകമ്പ മാപ്പിനികളോ മനുഷ്യനുണ്ടാക്കിയ രക്ഷാ സംവിധാനങ്ങളോ അവിടെ മനുഷ്യന്റെ സംരക്ഷണത്തിന് എത്തിയിട്ടില്ല എന്നതാണ് സത്യം. അള്ളാഹുവിന്റെ ബലാ വരുമ്പോ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മുസീബത്ത് വരുമ്പോ സഹോദരങ്ങളെ, നാം നേടിയെടുത്ത വിദ്യാഭ്യാസമോ നമ്മുടെ സാങ്കേതിക വിദ്യകളോ നമ്മുടെ സുരക്ഷാ സന്നാഹങ്ങളോ എല്ലാം നോക്കുകുത്തികൾ മാത്രമായിരിക്കും എന്നതാണ് ആദ് സമുദായത്തിന്റെ പതനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആദ് സമുദായത്തിന്റെ പതനത്തിന്റെ കഥനകഥ പറഞ്ഞ് അള്ളാഹു അവസാനം ചോദിക്കുന്ന ചോദ്യം ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവരിൽ നിന്ന് വല്ല അവശേഷിപ്പും നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിന്റെ 50 മുതൽ 60 വരെയുള്ള വചനങ്ങൾ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തും ഇതേ ആദ് സമുദായത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടതാ. സഹോദരങ്ങളെ, എന്നാൽ ഈ സൂറത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന് പുറമെ വളരെ അർത്ഥവത്തായ, വളരെ പ്രധാനമായ, വളരെ ഗൗരവതരമായ ചില ആശയങ്ങളും ആദർശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ സൂറത്തിന്റെ 2-ാമത്തെ ആയത്തിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന 1-ാമത്തെ ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യീന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും തുത്തുംഗവും ഉന്നതവും ഉദാത്തവുമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഹൂദിന്റെ 2-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, അല്ലാഹ് പറയാൻ അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ് ഇന്നനീ ലകും മിൻഹു നദീറുൻ മുബീൻ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് സുപ്രധാനമായ ഒരു മുന്നറിയിപ്പുമായിട്ടാണ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ് സമുദായത്തിന് നൽകിയ മുന്നറിയിപ്പ്, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തമൂദ് ഗോത്രത്തിന് നൽകിയ മുന്നറിയിപ്പ്, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയൻ ഗോത്രത്തിന് നൽകിയ മുന്നറിയിപ്പ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലി മക്കൾക്കും ഫിർഔനിനും നൽകിയ മുന്നറിയിപ്പ്, അതേ മുന്നറിയിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യ സഞ്ചയത്തിന് നൽകുകയാണ്. എന്താണ്? അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്, റബ്ബിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. ഇന്നനീ ലകും മിൻഹു നദീറുൻ മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനും സുവിശേഷകനുമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെ സ്വന്തത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ അല്ലാഹു കൽപ്പന നൽകുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മരണത്തിന്റെ സമയത്ത് പോലും അവരേറ്റവും കൂടുതൽ പരിഗണിച്ചിരുന്നത്, അവരുടെ ഹൃദയം ഏറ്റവും കൂടുതൽ വെമ്പൽ കൊണ്ടിരുന്നത് മക്കളുടെ വിശ്വാസ കാര്യത്തിലായിരുന്നു. നമുക്കൊക്കെ അഭിമാനമാണ്, നമ്മളൊക്കെ മുജാഹിദുകളല്ലേ, മുവഹിദുകളല്ലേ, നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിക്കാനാണ്? അവരെന്തായാലും മൗലിയാക്കളൊന്നും വിളിക്കാൻ പോകുന്നില്ലല്ലോ, അവരെന്തായാലും ജാറത്തിലേക്കൊന്നും പോകാൻ പോകുന്നില്ലല്ലോ, അവരെന്തായാലും മക്ബറുകളിലേക്കൊന്നും പോകാൻ പോകുന്നില്ലല്ലോ എന്നാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത. പക്ഷേ മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് ആ മഹാനുഭവം നടത്തിയ ഉപദേശത്തിൽ 1-ാമത്തേത് എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയം ശിർക്ക് മഹാപാതകമാണ്, മഹാ അക്രമമാണ്. സഹോദരങ്ങളെ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പ്രവാചകന്മാരുടെ പിതാവാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, പിന്നീട് വന്ന മൂസാ നബിയുടെ, യൂനുസ് നബിയുടെ, സുലൈമാൻ നബിയുടെ, ദാവൂദ് നബിയുടെ, ഈസാ നബിയുടെ, യഹ്യാ നബിയുടെ, സക്കരിയ നബിയുടെ, മറിയം ബീവിയുടെ ഒരുപാട് പ്രവാചകന്മാരുടെ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണശയ്യയിൽ കിടക്കുമ്പോ 12ഓളം വരുന്ന തന്റെ മക്കളെ ചുറ്റിലും വിളിച്ചു ചേർത്തിട്ട് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ അത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ചോദിക്കാൻ അം കുൻതും ശുഹദാ ഇദ ഹദറ യഅഖൂബൽ മൗത്ത് إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون
അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾ സാക്ഷികളായിരുന്നോ യാക്കൂബ് മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ മക്കളെ, എന്റെ കാലശേഷം എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്? ആരെയാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്? ഖാലു, ആ മക്കൾ ഒന്നടങ്കം പറയുകയാണ്, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പപ്പ, സമാധാനത്തോടെ നിങ്ങൾക്ക് മരിക്കാം. താങ്കളുടെ കാലശേഷം ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നത് താങ്കൾ ആരാധിച്ച, താങ്കളുടെ പിതാവ് ഇസ്മായിൽ ഇസ്ഹാഖ് ആരാധിച്ച, താങ്കളുടെ പിതാവിന്റെ പിതാവ് ഇബ്രാഹിം ആരാധിച്ച അതേ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അവന്റെ മുന്നിൽ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വന്തം മക്കൾ പറയുകയാണ്. നമ്മളൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് മക്കളുടെ തൗഹീദിനെ കുറിച്ചോ അവരുടെ വിശ്വാസത്തിനെ കുറിച്ചോ യാതൊരു തരത്തിലുള്ള വേവലാതികളും കാണാറില്ല. വേവലാതികളെല്ലാം പല കാര്യത്തിനാണ്. ഇതിന് വേണ്ടത്തൊരു ഗൗരവവും നമ്മളാരും നൽകാറില്ല. അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാൻ. അല്ലാഹു പറയാൻ, വനസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മോട് പറഞ്ഞു തരാൻ അല്ലാഹു സൂറത്തുൽ ഹൂദിന്റെ 3-ാമത്തെ ആയത്തിൽ പറയാണ്, വഅനസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുക. യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അവൻ നിശ്ചയിച്ച അവധിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവൻ അന്നം നൽകിയേക്കാം, നല്ലൊരു ജീവിതം അവൻ നിങ്ങൾക്ക് നൽകിയേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരാൻ. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇസ്തിഗ്ഫാർ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒരാൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ അയാൾ കള്ളു കുടിക്കണം എന്നൊന്നുമില്ല. ഒരാൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണമെങ്കിൽ അയാൾ വ്യഭിചരിക്കണം എന്നൊന്നുമില്ല. ഏത് സമയത്തും രാവും പകലും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നമുക്കത് പറയാം, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സഹോദരങ്ങളെ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അവരൊരു തെറ്റ് ചെയ്തു പോയാൽ അത് എത്ര ചെറിയ തെറ്റാകട്ടെ, ഒരു സ്ത്രീയുടെ മുഖത്ത് അന്യ സ്ത്രീയുടെ മുഖത്ത് വേണ്ടാത്ത രീതിയിൽ നോക്കുന്നതാകട്ടെ, അനാവശ്യമായ ഒരു ചിന്തയാകട്ടെ, അനാവശ്യമായ ഒരു ചലനമാകട്ടെ, അത് കഴിഞ്ഞാൽ ദക്കറുല്ലാഹ്, അവർക്കത് സംഭവിച്ചു പോയാൽ അവർ അല്ലാഹുവിനെ ഓർക്കുകയായി, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് റബ്ബിനോട് അവർ പാപമോചനത്തിന് തേടുകയായി, ഇസ്തിഗ്ഫാർ ചെയ്യുകയായി. ആ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളോട് അല്ലാഹുവിന്റെ പ്രതികരണം എന്താണ്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പുറത്തു തരുന്നവനായി നിങ്ങൾക്ക് പടച്ചോനല്ലാതെ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത് എന്നാണ്. ഈ ആയത്തിലൂടെ പക്ഷേ പാപം പൊറുക്കുക എന്ന വലിയ നേട്ടത്തിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഗ്ഫിറുകൾക്ക്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് അതിന് പുറമെ നൽകുന്ന വലിയൊരു ഗുണം കൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ആ ഗുണം? യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലി മുസമ്മ. ഈ ദുനിയാവിലെ മതാഅ്, ഈ ദുനിയാവിലെ ജീവിതം, ഈ ദുനിയാവിലെ ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാരണം കൊണ്ട് നന്നാക്കി തീർക്കുമെന്ന് ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംജിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. എൻ്റെ ഉമ്മത്തെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. വയുംജിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് അല്ലാഹു സന്താനത്തെ വർദ്ധിപ്പിച്ചു തരും, സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നാഥൻ വർദ്ധിപ്പിച്ചു തരും എന്ന് സൂറത്തു നൂഹിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ ഗുണമാണ് ഇസ്തിഗ്ഫാർ സദാ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു കാര്യത്തിൽ മുട്ടുണ്ടാക്കുകയില്ല, അവനെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് ഈ ആയത്തുകൾ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു സംഭവം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്, നമ്മോട് വിവരിച്ചു തരുന്നുണ്ട്. അദ്ദേഹം ഹദീസുകൾ തേടി നാടുതോറും ഗ്രാമാന്തരം നാടാന്തരം ചുറ്റി സഞ്ചരിക്കുമായിരുന്നു. അവരൊക്കെ സ്വന്തം കാൽനടയായി സഞ്ചരിച്ചിട്ടാണ് ഹദീസുകൾ ശേഖരിച്ച് ആ ഹദീസുകൾ പഠിച്ചിട്ട് അവര് ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നത്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടാണ്. ആ കാലഘട്ടത്തിൽ ഇമാം അബൂ ഹനീഫ ലോക പ്രശസ്തനായിരുന്നു. ലോകത്തെല്ലാവർക്കും ഇമാം അബൂ ഹനീഫയെ അറിയാം.
പക്ഷേ ആ കാലത്ത് ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട്, വീഡിയോ ഇല്ലാത്തത് കൊണ്ട്, സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രൂപം എന്താണെന്നോ അദ്ദേഹത്തിന്റെ ഭാവം എന്താണെന്നോ ലോകത്താർക്കും തന്നെ അറിയുമായിരുന്നില്ല, അദ്ദേഹത്തെ നേരിട്ട് കണ്ട ശിഷ്യന്മാർക്കൊഴികെ. ഇമാം അബൂ ഹനീഫ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അറിയാം, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ആഴത്തെക്കുറിച്ച് അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖപരിചയമില്ല, അദ്ദേഹം ആരാണെന്നറിയില്ല. അങ്ങനെ ഒരു ദിവസം ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ഹദീസുകൾ തേടിക്കൊണ്ടുള്ള യാത്രയിൽ അജ്ഞാതമായ, അറിയാത്ത, അപരിചിതമായ ഒരു നാട്ടിലെത്തപ്പെടുകയാണ്. ആ നാട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ക്ഷീണം തോന്നുകയും അദ്ദേഹം ഒരു പള്ളിയിൽ കയറി വിശ്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോ ആ പള്ളിയുടെ പരിചാരകനായ ജോലിക്കാരൻ അങ്ങോട്ട് വന്നിട്ട് ഇമാം അബൂ ഹനീഫയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടക്കാൻ പാടില്ല, ഈ പള്ളിക്കകത്ത് അപരിചിതരായ ആളുകൾ കഴിച്ചുകൂട്ടുന്നതിൽ ഈ നാട്ടുകാർ വിലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകണം. ഇമാം അബൂ ഹനീഫ ആകുന്നത് പറഞ്ഞു നോക്കി, ഞാനൊരു വഴിയാത്രക്കാരനാണ്, ഇൽമു തേടി വന്നതാണ്, നിങ്ങൾ എന്നെ പുറത്താക്കരുത് എന്നാവുന്നത് പറഞ്ഞു നോക്കിയെങ്കിലും ഈ മനുഷ്യൻ സമ്മതിച്ചില്ല. അവസാനം പള്ളിക്കകത്ത് നിന്ന് ഈ മഹാപണ്ഡിതനെ വലിച്ചു വെച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഇദ്ദേഹം പറഞ്ഞില്ല ഞാൻ അബൂ ഹനീഫയാണ്, പണ്ഡിതനാണ് എന്നൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല. അവസാനം ഈ ഒരു രംഗം കണ്ട് തൊട്ടടുത്ത് റൊട്ടിക്കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇവരോട് രണ്ടുപേരോടും ചോദിക്കുകയാണ്, എന്താണ് സംഭവം? ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തോട് പറയാണ്, ഇന്നതൊക്കെയാണ് സംഭവം, ഞാനൊരു വഴിയാത്രക്കാരനാണ്, ഇൽമ അന്വേഷിച്ചു കൊണ്ട് വന്നതാണ്, എനിക്കിവിടെ അല്പം വിശ്രമിക്കണം. അദ്ദേഹം സമ്മതിക്കുന്നില്ല, ഇന്ന് രാത്രി എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ റൊട്ടിക്കച്ചവടക്കാരനായ സാധാരണക്കാരൻ പറയുകയാണ്, താങ്കൾ വിഷമിക്കേണ്ടതില്ല, താങ്കൾ എന്റെ കൂടെ വന്നാൽ ഞാൻ താങ്കൾക്ക് അഭയം നൽകാം, ഞാൻ താങ്കൾക്ക് ഭക്ഷണം നൽകാം, ഞാൻ താങ്കൾക്ക് പാർപ്പിടം നൽകാം എന്ന് പറഞ്ഞ് ഈ റൊട്ടിക്കച്ചവടക്കാരൻ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അദ്ദേഹം ഈ പണ്ഡിതൻ ഈ റൊട്ടിക്കച്ചവടക്കാരന്റെ കൂടെ ഒരു ദിവസം കഴിച്ചു കൂട്ടിയപ്പോ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നതായി ഈ പണ്ഡിതൻ ശ്രദ്ധിക്കുകയുണ്ടായി. അവസാനം പോകാൻ നേരത്ത് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ഈ റൊട്ടിക്കച്ചവടക്കാരനോട് ചോദിച്ചു, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ഇതിന് മാത്രം പാപം ചെയ്തിട്ടുണ്ടോ, ഇതിന് മാത്രം എന്തെങ്കിലും തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിന് സ്തുതി, അൽഹംദുലില്ലാഹ്, എന്റെ നാഥന് സ്തുതി, ഞാൻ ഈ ഇസ്തിഗ്ഫാർ എന്റെ ജീവിതത്തിൽ നിരന്തരമായി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ പടച്ചവൻ എനിക്ക് ഒന്നിനും മുട്ടു വന്നിട്ടില്ല. എന്റെ ഉപജീവിതത്തിനോ എന്റെ ജീവിതത്തിനോ എന്റെ ആഗ്രഹങ്ങൾക്കോ ഒന്നിനും ഇന്ന് വരെ മുട്ടു വന്നിട്ടില്ല. എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ഹലാലായ രീതിയിൽ ആശിച്ചിട്ടുണ്ടോ ആ ആശകളെല്ലാം ഇന്ന് വരെ നടന്നിട്ടുണ്ട്. എന്നിട്ട് വളരെ വിഷമത്തോടുകൂടി ഈ റൊട്ടിക്കച്ചവടക്കാരൻ പറയാണ്, ഒരാഗ്രഹം മാത്രം മരിക്കുന്നതിന്റെ ഉള്ളിൽ ഇനി എനിക്ക് ബാക്കിയുണ്ട്. ആ ആഗ്രഹം എന്താണ്? ആവേശത്തോടെ ആഗ്രഹത്തോടെ ഇമാം അബൂ ഹനീഫ ചോദിച്ചപ്പോ ഈ റൊട്ടിക്കച്ചവടക്കാരൻ പറയാണ്, ലോകത്തൊരു വലിയ പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ, ഒരുപാട് ഹദീസുകളുടെ പഠനം എഴുതിയ വലിയ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ. അദ്ദേഹം കാണാത്തൊരു ശിഷ്യനാണ് ഞാൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഇൽമെടുക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഇന്ന് വരെ നേരിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ കാണണമെന്ന വലിയ ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്, അത് മാത്രമേ തീരാത്തതായ ഒരു ആഗ്രഹമായി അവശേഷിക്കുന്നുള്ളൂ എന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ആ മനുഷ്യനെ ആലിംഗനം ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മഹാപണ്ഡിതൻ പറയുകയാണ്, സഹോദര, അങ്ങയുടെ ഇസ്തിഗ്ഫാറിന്റെ ശക്തി കൊണ്ട്, അങ്ങയുടെ ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠത കൊണ്ട് അങ്ങയുടെ ഒരിക്കലും അവസാനിക്കില്ല, ഒരിക്കലും തീരില്ല എന്ന് താങ്കൾ വിചാരിച്ച ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിവർത്തി തന്നിരിക്കുന്നു. താങ്കളുടെ മുന്നിൽ നിൽക്കുന്ന ആള് തന്നെയാണ് ഇമാം അബൂ ഹനീഫ എന്ന് ആ മനുഷ്യനോട് ഇമാം അബൂ ഹനീഫ പറഞ്ഞു കൊടുക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയും സഹോദരങ്ങളെ. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നൈരന്തര്യമായി ഉണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നാം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയവിയായതോ ഉഖ്റവിയായതോ ആയ യാതൊരു ആവശ്യങ്ങൾക്കും മുട്ടുവരത്തില്ല. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അകത്തുണ്ടാകുന്ന തഖ്വയിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരു വികാരമാണ്. ആ തഖ്വ ആരുടെ ഹൃദയത്തിലുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സഹോദരങ്ങളെ, സൂറത്തുൽ ഹൂദിന്റെ 4-ാമത്തെ ആയത്തിൽ 2-ാമത്തെ ആയത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചും 3-ാമത്തെ ആയത്തിലൂടെ ഇസ്തിഗ്ഫാറിനെ കുറിച്ചും 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ചിന്തയെ തൊട്ടുണർത്തുന്ന മരണമാകുന്ന വലിയ സത്യത്തെക്കുറിച്ച്, മടക്കയാത്രയെക്കുറിച്ച്, തിരിച്ചുപോക്കിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഇലല്ലാഹി മർജിഉക്കും,
ഇലല്ലാഹി മർജിഉകും വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച റബ്ബിലേക്കാണ് നിങ്ങളുടെ മടക്കം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആ ഒരു സത്യത്തെ, ആ ഒരു വലിയ വസ്തുതയെ നമ്മുടെ ഹൃദയത്തിൽ തട്ടി ഉണർത്തുകയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഈ ദുനിയാവിൽ നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ ഒരാൾക്കും കഴിയുകയില്ല. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ ഒരാൾക്കും കഴിയുകയില്ല. എന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഈ സദസ്സിൽ നിന്ന് ആരൊക്കെ ഇരുന്ന കസേരകളിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പറയാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല, പ്രവചിക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. അത് ഈ ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഈ ദുനിയാവിൽ എവിടെ വെച്ച് മരണമടയുമെന്ന് പറയാനും ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തൊരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥലം സമയമെത്തിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ആ സ്ഥലമായാലും ആ പ്രദേശമായാലും ആ പ്രദേശം നമ്മെ വാടി വിളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട് മേപ്പാടിയിൽ ചോലമല എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അധികവും വിനോദയാത്രക്കാരൊക്കെ വന്നാൽ ചെറുപ്പക്കാരായ കുട്ടികൾ കുളിക്കാനൊക്കെ വരുന്ന ചോലമല എന്ന് പറയുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് ആ നാട്ടുകാരായ ഏതാനും യുവാക്കൾ കുളിക്കാൻ വേണ്ടി പോയതാണ്. മണിക്കൂറുകളോളം അവരങ്ങനെ ഉല്ലസിച്ചു, ഒരുപാട് നേരം കുളിച്ചു. ആ ചോലമലയുടെ വെള്ളച്ചാട്ടം കാണുമ്പോൾ വളരെ സുന്ദരമാണെങ്കിലും അതിന്റെ അടിയിൽ ആളുകൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പാറയിടുക്കുകളും അതുപോലെ കുഴികളുമുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഈ യുവാക്കൾ ഒരുപാട് നേരം കുളിച്ചു. അവസാനം അവർ സന്ധ്യയോടടുത്ത് ആ പുഴയിൽ നിന്ന് കരക്ക് കയറി, വെള്ളച്ചാട്ടത്തിൽ നിന്ന് കരക്ക് കയറിയിട്ട് പോകാൻ പോകുമ്പോ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, എന്തോ ഒരു ചാട്ടവും കൂടി അവസാനമായിട്ട് ചാടണം, ഒന്നുകൂടി അവസാനമായിട്ട് ചാടണം. പണ്ട് കൂടെയുള്ള കുട്ടികൾ പറഞ്ഞു, വേണ്ട, ഇത്ര നേരം നമ്മൾ കുളിച്ചില്ലേ, ഇത്ര നേരം കുറെ നേരമായില്ലേ, നമുക്കിനി തിരിച്ചു വീടുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാതെ ഈ യുവാവ് അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി ചാടട്ടെ, എന്നിട്ട് ഞാൻ വരാം, നിങ്ങൾ ഇറങ്ങിക്കോ, ഞാനിതാ എത്തി എന്ന് പറഞ്ഞ് ചാടിയതാണ്. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് പൊങ്ങിയിട്ടില്ല, മരിച്ചിട്ടല്ലാതെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നേരം മണിക്കൂറുകളോളം ആ വെള്ളച്ചാട്ടത്തിൽ അവർ കുളിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ തലയിൽ എഴുതിയ സമയം എത്തിയിട്ടില്ല. ആ സമയം എത്തേണ്ടിയിരിക്കുന്നു, അതിനെല്ലാവരും കരക്ക് കയറേണ്ടിയിരിക്കുന്നു. സമയമെത്തിയപ്പോ ആ പുഴയുടെ സൗന്ദര്യം അവനെ മാടി വിളിക്കുകയുണ്ടായി. ആ വെള്ളത്തിന്റെ തണുപ്പ് അവനെ മാടി വിളിക്കുകയുണ്ടായി. ആ സൗന്ദര്യവും തണുപ്പും മരണത്തിലേക്കാണ് മാടി വിളിക്കുന്നത് എന്ന സത്യം അറിയാനുള്ള കഴിവ് ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ആക്സിഡന്റിലാണ് നമ്മുടെ മരണമല്ല കണക്കാക്കിയതെങ്കിൽ വാഹനത്തിന്റെ ഇരുമ്പു ചീളുകൾ വയറിലേക്കും നെഞ്ചകത്തേക്കും കുത്തിക്കയറി ചോര വാർന്നുകൊണ്ടുള്ള മരണമാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും എഴുതിയതെങ്കിൽ ആ സമയമാകുമ്പോ നമ്മുടെ വാഹനം നമ്മെ മാടി വിളിക്കും, നമ്മുടെ കിടക്കയും കട്ടിലും നമ്മെ മാടി വിളിക്കും. നമ്മുടെ വീടിന്റെ അകത്താണ് നമ്മുടെ മരണമല്ല നിശ്ചയിച്ചതെങ്കിൽ ആ വീട് നമ്മളെ മാടി വിളിക്കും. സഹോദരങ്ങളെ, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഈ ഭൂമിയിൽ എവിടെ വെച്ചാണ് മരണം പിടികൂടുകയെന്ന് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. പണ്ട് തൊട്ട് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു സംഭവമാണ്. ഒരു പ്രസിദ്ധമായ ഒരുപാട് പ്രാസംഗികന്മാർ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ദുബായിൽ വെച്ച് 4 നില കെട്ടിടത്തിന്റെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനി അവിടെ നിന്ന് കാല് തന്നെ വീഴുകയും ഒരു പരിക്കും പറ്റാതെ അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുക്കുന്ന ആളുകളെ പോലും അത്ഭുതപ്പെടുത്തിയ തരത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് വരികയും ചെയ്തു. സ്വന്തം ശരീരത്തിലേക്ക് അയാൾ നോക്കുകയാണ്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, സന്തോഷമാണ്, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചതാണ്. ആ വീഴുന്ന വീഴ്ചയിൽ മരണത്തെ മുന്നിൽ കണ്ടതാണ്. മക്കളുടെ മുഖമോർമ്മ വന്നതാണ്, ഭാര്യയുടെ മുഖമോർമ്മ വന്നതാണ്. ഇനി ഒരു തിരിച്ചുപോക്ക് നാട്ടിലുണ്ടാവില്ല എന്ന് എഴുതി ഉറപ്പിച്ചതാണ്. പക്ഷേ വാരിയലിനോ നട്ടെല്ലിനോ തലയോട്ടിനോ ഒരു കേടും പറ്റാതെ, ശരീരത്തിനൊരു കുഴപ്പവുമില്ലാതെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോ ആ സന്തോഷം ഒന്ന് പങ്കിടുന്നതിന് വേണ്ടി, ആ ആഹ്ലാദം ഒന്ന് പങ്കിടുന്നതിന് വേണ്ടി റോഡ് മുറിച്ച് കിടന്ന് തൊട്ടപ്പുറത്തുള്ള ബക്കാലയിൽ നിന്ന് ഒരു പെക്സ് വാങ്ങിക്കൊണ്ടുവരാൻ തന്റെ സഹപ്രവർത്തകർക്ക് കൊടുക്കുവാൻ വേണ്ടി റോഡ് മുറിച്ച് കിടന്നതാണ്. ചീറിപ്പാഞ്ഞു വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ച് ആ റോഡിൽ തൽക്ഷണം ആ പാകിസ്ഥാനി മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്ന് മരിച്ചുപോയി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ച മരണത്തിന്റെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം മീറ്ററുകൾ അപ്പുറത്താണ്. ഇവിടെയല്ല,
അയാൾ മരിക്കേണ്ടത് ഇവിടെ വെച്ചല്ല, അയാളുടെ അന്ത്യശ്വാസം ഇവിടെ വെച്ചല്ല, മീറ്ററുകൾക്കപ്പുറത്തേക്കാണ്. അവിടെ അയാൾ എത്തണമെങ്കിൽ ഒരു സബബുണ്ടാകേണ്ടതുണ്ട്, ഒരു കാരണമുണ്ടാകേണ്ടതുണ്ട്. ആ കാരണമാണ് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുള്ള വീഴ്ച. നമ്മുടെ കണ്ണിൽ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുള്ള വീഴ്ച തന്നെ മരണത്തിന് സബബാണെങ്കിൽ അള്ളാന്റെ കോടതിയിൽ നമ്മുടെ അസ്ബാബുകൾക്ക് സ്ഥാനമില്ല സഹോദരങ്ങളെ. നമ്മുടെ സബബുകളൊന്നും സബബുകളല്ല. റബ്ബിന്റെ കോടതിയിൽ നിയമം മറ്റൊന്നാണ്, അള്ളാഹു തീരുമാനിക്കുന്നതാണ്. വല്ലാഹു യഫഅലു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നവൻ പ്രവർത്തിക്കുന്നു. ആ പാകിസ്ഥാനിയുടെ മരണം മീറ്ററുകൾക്കപ്പുറത്ത് ആ റോഡിന്റെ നടുവിൽ വാഹനത്തിന്റെ ഇരുമ്പ് ചീളുകൾ കൊണ്ടിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ അവിടെ വെച്ച് മരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എല്ലാം മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒന്ന് നമുക്കറിയാം, ഇലല്ലാഹി മർജിഉക്കും, അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നാം. സുനിശ്ചിതമായ ഒരു യാത്ര, സംശയമില്ലാത്തൊരു യാത്ര, എപ്പോഴും എവിടെയും എങ്ങനെയും ഏത് തരത്തിലും നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കേണ്ട ഒരു യാത്ര നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ സൂറത്തുൽ ഹൂദിൽ തന്നെ ഒരുപാട് അർത്ഥഗർഭമായ, ആശയസമ്പന്നമായ, അർത്ഥഫലഭൂയിഷ്ഠമായ ഒരുപാട് വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ആ കൺമുന്നിൽ വെച്ച്, കപ്പലിന്റെ മുന്നിൽ വെച്ച് മുങ്ങിത്താകാൻ തുടങ്ങിയപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പിതാവിന്റെ വാത്സല്യം, അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ പക്വത, പിതാവിന്റെ വാത്സല്യം, അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ പക്വതയെ മറികടന്ന സന്ദർഭം അദ്ദേഹം മകനെ വിളിക്കുകയാണ്, യാ ബുനൈ, പൊന്നുമോനെ, ഇർകം മഅനാ, ഞങ്ങളുടെ കൂടെ നീ കയറൂ, വലാ തകും മഅൽ കാഫിരീൻ, അവിശ്വാസികളുടെ കൂടെ നീ പെട്ടുപോകരുത് എന്ന് ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ സ്വന്തം മകനെ രക്ഷയിലേക്ക് വിളിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മകൻ പിതാവിന്റെ ആജ്ഞ കൂട്ടാക്കാതെ വീണ്ടും ആ വെള്ളപ്പൊക്കത്തിൽ മറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ സഹായനായി പ്രാർത്ഥിച്ച ഒരു പിതാവിനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ സൂറത്തുൽ ഹൂദിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ അള്ളാഹു തിരുത്തി കൊടുക്കുകയാണ്, നൂഹ്, അള്ളാഹുവിന്റെ വാക്കുകൾ, നൂഹ്, താങ്കൾക്ക് അറിവില്ലാത്ത കാര്യം താങ്കൾ എന്നോട് ചോദിക്കരുത്, താങ്കൾക്ക് വിവരമില്ലാത്ത കാര്യം താങ്കൾ എന്നോട് ചോദിക്കരുത്. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ സൽക്കർമ്മങ്ങളിൽ പെട്ടവനല്ല, നല്ല പ്രവൃത്തിയല്ല, അതുകൊണ്ട് അവനെ നീ മറന്നേക്കുക എന്ന ഉപദേശം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ നമ്മുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വമാ കാന അൻ-നബിയ്യു വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. സുബ്ഹാനല്ലാഹ്. ഒരു വ്യഭിചാരിക്ക് വേണ്ടി ഓ മരിച്ചുപോയ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു കള്ളുകൂടിയന് വേണ്ടി ഓ മരിച്ചുപോയ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു വലിയ കള്ളന് വേണ്ടി ഓ മരിച്ചുപോയ നമുക്ക് പ്രാർത്ഥിക്കാം, മഹാവഞ്ചകന് വേണ്ടി ഓ മരിച്ചുപോയ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു മുശ്രിക്കിന് വേണ്ടി അള്ളാഹ്ക്ക് പുറമെ മൊയ്തീൻ ശൈഖ് തങ്ങളെയും മമ്പറത്ത് തങ്ങളെയും അജ്മീറിലെ ഖോജയെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും യേശുവിനെയും വിളിച്ചു പ്രാർത്ഥിച്ചവർ മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല, മുസ്ലിങ്ങൾക്ക് അവകാശമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഹൃദയബന്ധങ്ങളുമെല്ലാം ആദർശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തി തരികയാണ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഹൂദിൽ ഇനിയും ഒരുപാട് പ്രവാചകന്മാരുടെ കഥകളും ചരിത്രങ്ങളും ഒരുപാട് ഗുണപാഠങ്ങളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സൂറത്തുൽ ഹൂദിന്റെ അർത്ഥവും അതിന്റെ തഫ്സീറും ഒരു തവണ വീടുകളിൽ നിന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ISMന്റെ ദാവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷന് വേണ്ടി നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളാലാവുന്ന സഹായം ചെയ്തു കൊടുക്കുക. ദഅവത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഉത്തരവാദിത്തമല്ല, മറിച്ച് ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതും എല്ലാമായ വിശ്വാസികളോട് മുഴുവൻ നടത്തിയ ഒരു വസിയത്താണ്, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്നൊരു ആയത്താണെങ്കിലും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന റസൂലുള്ളാഹിന്റെ വസിയത്താണ്. അത് നാം നെഞ്ചിലേറ്റേണ്ടതുണ്ട്, അത് നാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന സഹായം
പ്രവർത്തകരെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ സദഖകളും നമ്മുടെ ഖിയാമും സിയാമുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് അവസാനം മരിക്കുമ്പോൾ സലീമായ ഖൽബോടെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും വഹദാനിയത്തിന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നാഥൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങൾ ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ പൂന്തോട്ടങ്ങളിലും താഴ്വരകളിലും കൂടിയിരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.